പ്രിയ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ലോക ജനതയോട് പരിശുദ്ധ അമ്മയും ഈശോയും പല വ്യക്തികളിലൂടെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കുറേയേറെ കാര്യങ്ങൾ ഈ അവസാന കാലഘട്ടത്തിൽ മനുഷ്യരായ നമ്മോട് ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏവയൊക്കെയാണെന്ന് നാം ഈ നിമിഷങ്ങളിൽ നോക്കുകയാണ്. ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഈശോയും പരിശുദ്ധ അമ്മയും പല വ്യക്തികൾക്ക് കൊടുത്ത സന്ദേശങ്ങളുടെ ഒരു ആകത്തുക. 1917 പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ലൂസി ജസീന്ത ഫ്രാൻസിസ് എന്ന കുഞ്ഞുമക്കളോട് ഇങ്ങനെ പറയുകയുണ്ടായി: എൻ്റെ മക്കളെ, ഈ ദർശനത്തിൻ്റെ 100-ാം വർഷം തികയുമ്പോൾ ഒരു കാലഘട്ടം തുടങ്ങും എന്നോർക്കുക. അമ്മ അന്ന് പ്രവചിച്ചു, അവസാന കാലഘട്ടമാകുമ്പോൾ ലോകം മുഴുവൻ അശുദ്ധകരമായ ഫാഷനുകൾ നിറയുമെന്നും ചെയ്യുന്നത് പാപമാണെന്ന ബോധ്യം പോലും ഇല്ലാതെ മനുഷ്യമക്കൾ ധാർമ്മിക അധപതനത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമെന്ന്. ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ അമ്മ പല വ്യക്തികളോടും പല കാര്യങ്ങളും ചെയ്യുവാൻ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. കൊലപാതക കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്ന 17-കാരനായ ക്ലൗഡ് ന്യൂമാൻ. ഈ മകനിൽ കൂടെ പരിശുദ്ധ അമ്മ ഒരു ചെറിയ സന്ദേശം നമ്മുടെ ലോകത്തിന് നൽകുന്നുണ്ട്. ആഫ്രിക്കൻ വംശജനായിരുന്ന ഈ മകൻ കൂട്ടുതടവുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ കിടന്ന പരിശുദ്ധ മാതാവിൻ്റെ രൂപം കണ്ട് ഇതാരാണ് എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ആ ചോദ്യത്തിന് മറുപടിയായി കഴുത്തിലെ ചരട് പൊട്ടിച്ച് വലിച്ചെറിയുകയാണ് ചെയ്തത് കൂട്ടുകാരൻ. ഇത് ആരുടെ രൂപമാണെന്ന് പോലും തിരിച്ചറിയാത്ത ക്ലൗഡ് ന്യൂമാൻ അതെടുത്ത് സ്വന്തം കഴുത്തിൽ ധരിച്ചു. ഇത് ധരിച്ച അന്ന് രാത്രിയിൽ ക്ലൗഡിന് ഒരു അനുഭവമുണ്ടായി എന്നാണ് ക്ലൗഡ് പറഞ്ഞിരിക്കുക. അന്ന് രാത്രി ക്ലൗഡിൻ്റെ കൈത്തണ്ടയിൽ ആരോ സ്പർശിക്കുന്നത് പോലെ ക്ലൗഡിന് തോന്നി. നോക്കിയപ്പോൾ അത് ഒരു അതിമനോഹരമായ സ്ത്രീരൂപമായിരുന്നു. ക്ലൗഡ് ഇതേക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക: ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ തിളങ്ങുന്ന രൂപത്തോടു കൂടിയ ഒരു സ്ത്രീരൂപമാണ് ആ നിമിഷം ക്ലൗഡിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ സ്ത്രീരൂപം ക്ലൗഡിനോട് ഇങ്ങനെ പറഞ്ഞുവെന്ന്: ഞാൻ നിനക്ക് അമ്മയും നീ എനിക്ക് മകനും ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വൈദികൻ്റെ അടുത്ത് ചെന്ന് ദൈവത്തെക്കുറിച്ച് അറിയണം എന്നാണ് ആ സ്ത്രീരൂപം ക്ലൗഡിനോട് പറഞ്ഞത്. അക്ഷരാഭ്യാസമില്ലാത്ത ക്ലൗഡ് ഫാദർ റോബർട്ട് ഒ ലിയറി SVDയുടെ അടുത്ത് ചെന്ന് വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അക്ഷരാഭ്യാസമില്ലാത്ത ക്ലൗഡിന് പരിശുദ്ധ അമ്മയും കുറേ ബോധ്യങ്ങൾ നൽകുകയുണ്ടായി. പരിശുദ്ധ അമ്മ പ്രധാനമായും 3 കാര്യങ്ങളാണ് ക്ലൗഡിനോട് പറഞ്ഞതെന്ന്. ഒന്നാമത്, തിരുവോസ്തിയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ മാത്രമേ ഈശോയെ നമുക്ക് കാണാൻ സാധിക്കൂ. എങ്കിലും അത് ഈശോയാണ്. അമ്മ രണ്ടാമത് പറഞ്ഞു, ഈശോ എപ്പോഴും അമ്മയുടെ കൂടെ ആയിരിക്കുന്നത് പോലെ നമ്മുടെ കൂടെ ആയിരിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെന്ന്. മൂന്നാമത് അമ്മ പറഞ്ഞു, അമ്മ തൻ്റെ ഈ ലോക ജീവിതം ഈശോയെ സ്നേഹിച്ചും ആരാധിച്ചും നന്ദി പറഞ്ഞും സ്തുതിച്ചും അനുഗ്രഹം യാചിച്ചും ഈ ജീവിതം ജീവിച്ചവസാനിപ്പിച്ചതുപോലെ യാതൊരു ചിന്തകളും നമ്മെ ശല്യം ചെയ്യാതെ കുറച്ച് നിമിഷങ്ങളെങ്കിലും ഈശോയെക്കുറിച്ച് മാത്രം ചിന്തിച്ചും ആരാധിച്ചും സ്നേഹിച്ചും നന്ദി പറഞ്ഞും ഈശോയോട് കൂടെ ആയിരിക്കണം. ഇതാണ് അമ്മ പറഞ്ഞ 3 പ്രധാന കാര്യങ്ങൾ. കുറേ നാൾ കഴിഞ്ഞ് ക്ലൗഡും കൂടെയുണ്ടായിരുന്ന 4 പേരും മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗമായി. 1944 ജാനുവരി 16 ആയിരുന്നു അത്. 20-ാം തീയതി അർദ്ധരാത്രി
ക്ലൗഡ് വധശിക്ഷയ്ക്ക് വിധേയനാകേണ്ടവനായിരുന്നു. എന്നാൽ ക്ലൗഡ് പ്രത്യാശയുള്ളവനുമായിരുന്നു. അവൻ്റെ അന്ത്യ അഭിലാഷമായി ക്ലൗഡ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ പരിശുദ്ധ അമ്മയോട് കൂടെ ഈശോയെ നിത്യമായി ആരാധിക്കാൻ പോവുകയാണ്. എൻ്റെ ഈ ശരീരത്തിൻ്റെ മരണത്തിന് മുൻപ് ഒരു ചെറിയ പാർട്ടി എനിക്ക് ഒരുക്കി തരുമോ എന്നാണ് ക്ലൗഡ് ചോദിച്ചത്. പാർട്ടിക്ക് ശേഷം വൈദികൻ്റെ കൂടെ ക്ലൗഡും കൂട്ടുകാരും ജപമാലയും കുരിശിൻ്റെ വഴിയും മറ്റ് പ്രാർത്ഥനകളുമൊക്കെ ചൊല്ലി ആരാധനയിൽ സമയം ചിലവഴിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങവേ അവിടുത്തെ ഉദ്യോഗസ്ഥനായ വില്യംസൺ ഓടിക്കിതച്ച് വന്ന് പറഞ്ഞു, ക്ലൗഡ്, നിന്റെ വധശിക്ഷ 2 ആഴ്ചത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ഇത് കേട്ട് ക്ലൗഡ് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? എന്നെ എൻ്റെ സ്വന്തം വീട്ടിൽ പോകാൻ അനുവദിക്കാത്തത് എന്ത്? നിങ്ങൾക്ക് മനസ്സിലാകില്ല. പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക്, ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ പിന്നീട് ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ തോന്നുകയില്ല. പരിശുദ്ധ അമ്മയോടൊത്ത് ഈശോയെ ആരാധിക്കാനുള്ള ആഗ്രഹം എനിക്ക് അത്രമേലാണ് എന്നാണ് ക്ലൗഡ് പറഞ്ഞത്. പൊട്ടിക്കരയുന്ന ക്ലൗഡിനോട് വൈദികൻ പെട്ടെന്നുണ്ടായ ഉൾപ്രേരണയിൽ ഇങ്ങനെ പറഞ്ഞു, ക്ലൗഡ്, ഈ 2 ആഴ്ച വേറൊരാളുടെ മാനസാന്തരത്തിന് വേണ്ടി നിനക്ക് കാഴ്ചവെക്കാമല്ലോ. ഈ നിർദ്ദേശം ക്ലൗഡിന് സ്വീകാര്യമായി തോന്നി. ജെയിംസ് ഹുങ് എന്ന കത്തോലിക്കനായ ഒരു യുവാവ് കൊലപാതക കുറ്റത്തിന് ജയിലിൽ ശിക്ഷ കാത്തു കഴിയുന്നുണ്ട്. ദുർമാർഗത്തിൽ മാത്രം ചരിച്ച് ദൈവത്തെയും സന്യസ്തരെയും എല്ലാം ശപിച്ച് ചീത്തവാക്കുകൾ പുലമ്പുന്ന ജെയിംസിനു വേണ്ടി തൻ്റെ 2 ആഴ്ചയിലെ സഹനങ്ങളും പ്രാർത്ഥനകളും ക്ലൗഡ് സമർപ്പിച്ചു. 1944 ഫെബ്രുവരി 4 ക്ലൗഡ് ഒന്നുകൂടി ഒരുങ്ങി വീണ്ടും വധശിക്ഷയ്ക്ക് വിധേയനായി. വളരെയധികം സന്തോഷത്തോടുകൂടെ ഇലക്ട്രിക് കസേരയിൽ ഇരിക്കുമ്പോൾ അവൻ തൻ്റെ പ്രിയ വൈദികനോട് പറഞ്ഞു, ഫാദർ, ഞാൻ എന്നും അങ്ങയെ ഓർക്കും. എന്ത് ആവശ്യം വന്നാലും എന്നോട് ചോദിക്കാൻ മറക്കരുത്. ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിക്കാം. 3 മാസം കഴിഞ്ഞ് മെയ് 19 ജെയിംസ് ഹുങ്ങിൻ്റെ വധശിക്ഷാ ദിനത്തിൽ ദൈവത്തെയും സഭയെയും തള്ളിപ്പറഞ്ഞ അവൻ വൈദികരും സന്യസ്തരും തൻ്റെ അടുത്തു വരുവാൻ അനുവദിച്ചില്ല. അവസാന പരിശോധനയ്ക്കായി ചെന്ന ഡോക്ടർ അവനോട് പറഞ്ഞു, ഒന്ന് മുട്ടുകുത്തി ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെങ്കിലും ചൊല്ലുവാൻ. ഇത് കേട്ട് ചാടി എഴുന്നേറ്റ് അവർ ഡോക്ടറുടെ മുഖത്ത് അവൻ തുപ്പി. വധശിക്ഷയ്ക്കായി ഇലക്ട്രിക് കസേരയിൽ ഇരുത്തി അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തെയും സഭയെയും ചീത്ത പറയുകയും ശപിക്കുകയും ചെയ്തു. എന്നാൽ അതിനിടയ്ക്ക് പെട്ടെന്ന് ഒരു നിമിഷം അവൻ സംസാരം നിർത്തി. മുറിയുടെ ഒരു മൂലയിലേക്ക് കണ്ണുകൾ ചലിപ്പിക്കാതെ നോക്കി നിന്നു. മുഖം പേടിച്ചു വിറച്ചതുപോലെയായി. അവൻ ഉറക്കെ കരഞ്ഞു. ഇത് കണ്ട് എല്ലാവരും സ്തബ്ധരായിരിക്കെ അവൻ അലറി വിളിച്ചു, എനിക്ക് ഒരു വൈദികനെ കാണണം. വൈദികരെ കണ്ടാൽ അവൻ ദൈവത്തെ ചീത്ത വിളിക്കുന്നത് കൊണ്ട് മുറിയിലുള്ള പത്രപ്രവർത്തകരുടെയും അധികാരികളുടെയും പിന്നിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു ഫാദർ ലിയറി. അദ്ദേഹത്തിൻ്റെ അടുത്ത് അവൻ കുമ്പസാരിച്ചു. എന്തുകൊണ്ടാണ് നീ ഇത്രയും ശാന്തനായി കുമ്പസാരിച്ചത് എന്ന ഉദ്യോഗസ്ഥൻ്റെ ചോദ്യത്തിന് ജെയിംസ് ഹുങ് ഇങ്ങനെ പറഞ്ഞു, മുറിയുടെ ഒരു കോണിൽ ക്ലൗഡിനെയും അവൻ്റെ തോളിൽ കൈവച്ച് പിന്നിൽ നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തെയും ഞാൻ കണ്ടു. ക്ലൗഡ് പിന്നീട് പറഞ്ഞു, ഞാൻ എൻ്റെ മരണവും അതിനു മുൻപുണ്ടായ സഹനങ്ങളും ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ചു നിന്റെ മാനസാന്തരത്തിന് വേണ്ടി. നീ പശ്ചാത്തപിച്ചില്ലെങ്കിൽ നരകത്തിൽ കിടക്കാനിരിക്കുന്ന സ്ഥലം നിന്നെ കാണിച്ചു കൊടുത്തോളാൻ ദൈവം എനിക്ക് പരിശുദ്ധ അമ്മയിലൂടെ അനുവാദം തന്നു. ആ സമയം
ജെയിംസ് ഹുങ് നരകത്തിൽ തനിക്കുള്ള സ്ഥലം കാണുകയായിരുന്നു. ജെയിംസ് പറഞ്ഞു, ഞാൻ നരകത്തിലുള്ള എൻ്റെ സ്ഥലം കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പേടിച്ച് കരഞ്ഞത്. അതിനുശേഷം ശാന്തമായി അവൻ വധശിക്ഷയ്ക്ക് വിധേയനായി. അങ്ങനെ ക്ലൗഡിൻ്റെ പ്രാർത്ഥനയും സഹനങ്ങളും ജെയിംസ് ഹുങ്ങിന് മാനസാന്തരത്തിന് വഴിയൊരുക്കി. ക്ലൗഡിനെ ഈശോയിലേക്ക് അടുപ്പിച്ച പരിശുദ്ധ മാതാവ് ക്ലൗഡിലൂടെ ജെയിംസിനെ കർത്താവിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മ ഓരോ മക്കളെയും മാനസാന്തരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരു വലിയ പദ്ധതിയുണ്ട്. ആ അത്ഭുതത്തിനായി തൻ്റെ ജീവിതവും പ്രാർത്ഥനയും കൊണ്ട് പശ്ചാത്തലമൊരുക്കുവാൻ ക്ലൗഡിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നാം എല്ലാവരും നമ്മുടെ സഹോദരങ്ങളുടെ ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കണം എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നാണ് ഈശോ പറയുക. നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ പിതാവായ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടത്രേ. അത് ഈ ലോക ജീവിതത്തിൽ സുഖിച്ചും സന്തോഷിച്ചും ജീവിക്കുക എന്നത് മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഓരോ ആത്മാക്കളുടെ രക്ഷയും ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി ഈശോ പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈശോയുടെ ആദ്യത്തെ വരവിന് വേണ്ടി സ്നാപക യോഹന്നാനാണ് വഴിയൊരുക്കിയതെങ്കിൽ ഈശോയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി വഴിയൊരുക്കുന്നത് രണ്ടാം സ്നാപകയായ പരിശുദ്ധ അമ്മയാണ്. ഈ അമ്മ പല മക്കൾക്കും പ്രത്യക്ഷപ്പെട്ട് പല സ്ഥലങ്ങളിൽ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നാം ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും ചിന്തിക്കാം, ഈ അവസാന കാലഘട്ടത്തിൽ നാം ഇനി എന്താണ് ചെയ്യേണ്ടത്? ക്ലൗഡിൻ്റെ ഈ അനുഭവത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നാം എന്ത് ചെയ്യണം? ആദ്യമേ നാം ദൈവത്തെ അറിയണം. മറ്റുള്ളവരും ദൈവത്തെ അറിയുവാൻ അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളും സഹനങ്ങളും പ്രതിസന്ധികളും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് കാഴ്ചവെക്കണം. അമ്മ അത് ഈശോയുടെ അതിവിശുദ്ധമായ സഹനങ്ങൾക്ക് ഒപ്പം കാഴ്ചവെച്ചുകൊണ്ട് ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലിയിൽ അഭിഷിക്ത പുരോഹിതരുടെ കരങ്ങളിൽ ഉയർത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അമൂല്യമായ തിരുശരീര രക്തങ്ങൾ, പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച. എവിടെ ആ ബലി നടക്കുന്നു, ആ ബലിയിൽ പരിശുദ്ധ അമ്മ നമ്മുടെ ഈ സഹനങ്ങളും നമ്മുടെ ഈ വേദനകളും കാഴ്ചവെക്കും. അതിലൂടെ അനേകം ആത്മാക്കളെ രക്ഷിക്കണമേ എന്ന് അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അമ്മ ക്ലൗഡിലൂടെ നമ്മളോട് പറയുന്നത് അതാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1 പറയുന്നുണ്ട്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, കർത്താവിന് വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. വലിയ മാനസാന്തരങ്ങളൊന്നും നമ്മുടെ ജീവിതം മൂലം ഉണ്ടാക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ രീതിക്കനുസരിച്ച് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നതനുസരിച്ച് നമുക്കും മറ്റുള്ള മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ വേദനകളും സഹനങ്ങളും ബലിയോട് ചേർത്ത് കാഴ്ചവെക്കാം എന്ന തീരുമാനം നമുക്കിന്നെടുക്കാം. പരിശുദ്ധ അമ്മ നമ്മെ അതിന് അനുഗ്രഹിക്കട്ടെ.